ആക്ച്വലി ഇവിടെ ഞാൻ കണ്ട വിഷയം, അതായത് നിങ്ങളുടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ജർമ്മനി അറ്റാക്കിനെ കുറിച്ച് എന്തോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഞാനിവിടെ കയറി നോക്കി കൂടുതലും ഈ പറയുന്ന വെജൈന, മുമ്പിലെ കൊടി, പിന്നിലെ കൊടി, അതൊക്കെയാണ് ചർച്ച ചെയ്യാൻ കണ്ടത്. ആ ഒരു രീതിയിൽ ആൾക്കാരെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളെ കറണ്ട് ഇഷ്യൂ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാതെ നേരത്തെ ജസീം ഒരു കാര്യം പറയുന്ന സമയത്ത് ഇസ്ലാം ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ടെററിസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, എൻ്റെ വിഷയം അതല്ല ആക്ച്വലി. അതായത് ഒരു മുസ്ലിം ഈ പറയുന്ന മതം വിടുന്നത് കൊണ്ട് അവരൊരു മോശം വ്യക്തിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതായത് ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരു മുസ്ലിം, ഒരു എക്സ് മുസ്ലിം ആയതിനു ശേഷം, അതായത് അവഹേളനം, ആന്റി ഇസ്ലാമിക്, ആന്റി റിലീജിയസ് ആയിട്ട് ഡെയിലി അവഹേളനവും അതേപോലെ തന്നെ പല രീതിയിലും മറ്റുള്ളവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ കളിയാക്കാനും അവഹേളന രീതിയിൽ പോകുമ്പോൾ, ആ രീതിയിൽ പോകുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ എക്സ് മുസ്ലിംസിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ന്യൂസ് അറിയാലോ, ഇന്ന് നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതായത് കുറേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന മതങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻസ്, ഹിന്ദുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിംസ് ആയിക്കോട്ടെ, പല മതങ്ങളും ഉണ്ട്. ഈ പറയുന്ന മതവിശ്വാസികളൊക്കെ 100% പെർഫെക്റ്റ് ആണ്, അവർ ഈ പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ള വാദമൊന്നും എനിക്കില്ല. അവരുടെ കാഴ്ചപ്പാടും അവർ പഠിച്ച രീതിയും പല രീതിയായിരിക്കും. അപ്പൊ ആ രീതിയിൽ അവർ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് മതങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ ബില്യൺസ് ഓഫ് വിശ്വാസികളുള്ള ഈ ലോകത്ത് നമുക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചിലർ ഇങ്ങനത്തെ പറയുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ആക്ടിവിറ്റി, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഏത് മതത്തിന്റെ പേരിലാണ് ഒരു മിനിറ്റ്, ഏത് മതത്തിന്റെ പേരിലാണ് ഈ ചുരുക്കം ചില വിശ്വാസികൾ 2024 തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ മതത്തിന്റെ പേരൊന്ന് പറയാമോ? എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. ഏത് മതത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ? ഉരുളരുത്, മെഴുകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വന്തം പേര് എന്താണെന്ന് പറയാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന പേര് പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത്. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ മറ്റേ ബാക്കി ഭാഗം പറയാം. അല്ല, പേര് കൃത്യമായിട്ട് എന്റെ പേര് AK എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ പേര് അർഷ് എന്നാണ്. അർഷ്. ഓക്കെ, അപ്പോൾ അർഷ് കേൾക്കാൻ ഞാൻ പറയാണ്. ഇസ്ലാമിന്റെ പേരിലാണ് 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ മത തീവ്രവാദം മത തീവ്രവാദം വരുന്നത് എന്നുള്ള അഭിപ്രായത്തോട് അർഷ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, യോജിക്കുന്നില്ല. അപ്പോ അത് ആദ്യം അർഷ് മനസ്സിലാക്കണം. ലോകത്ത് ഇന്ന് 2024 ഏറ്റവും കൂടുതൽ തീവ്രവാദ സംഘടനകളും ആക്രമണവും നടക്കുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. അല്ലെ, താങ്കൾ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണ്ട, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കി പറഞ്ഞോളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കാം, കുഴപ്പമില്ല. അല്ല, അർഷ് ബാക്കി പറഞ്ഞു. ഞാൻ പറയാം. ഓക്കെ, ഞാൻ പറയാൻ വരുന്ന ജാസ്മിനെ, അതായത് ഈ പറയുന്ന എക്സ് മുസ്ലിംസ് ഈ അവഹേളനവും ആന്റി റിലീജിയസ് ആയിട്ടുള്ള മെന്റാലിറ്റിയും മറ്റവരെ അവഹേളിക്കുക, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ തന്നെ വെജൈന ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് മറ്റൊരു ഇൻസ്റ്റിഗേറ്റ്. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണോ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ ഭാഗമാണോ അല്ലേ? ഞാൻ ഒരു മിനിറ്റ് അർഷ് പോയിന്റ് ബൈ പോയിന്റ് പോകണം. അർഷ് കുറെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഓടിപ്പോകാൻ പറ്റില്ല. ആ പറഞ്ഞത് വജൈന ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. വജൈന അനസ് എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ഭാഗം ഇട്ടതല്ല, അത് ഇസ്ലാമിനകത്തുള്ള കാര്യമാണ്. ഹദീസ് കാണിക്കണോ, ഖുർആൻ വചനം കാണിക്കണോ? അതായത് ഒരു മിനിറ്റ് അർഷ് വെയിറ്റ്. അർഷ് ഇങ്ങനെ ഒരേ സ്റ്റേറ്റ്മെന്റ് വെച്ച് പോകുന്നത് അർഷിന്റെ മുമ്പുള്ള പരിപാടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അർഷ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ഈ വിഷയം എന്നോട് ചോദിച്ച വിഷയത്തിൽ അർഷ് എന്നോട് ഇപ്പൊ അനസ് വജൈന എവിടെ നിന്ന് വന്നു എന്നല്ലേ ചോദിച്ചത്? ഇസ്ലാമിൽ ഉണ്ടോ? അത് കാണിച്ചു തരാം. അർഷ് വെയിറ്റ് ചെയ്യും. പിന്നെന്താ അർഷ് ചോദിച്ചത്? അതായത് ഇന്നിങ്ങനെ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവോ? അർഷ് പറഞ്ഞു നമുക്ക് വജൈന ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾ അത് ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. അത് കുറെ വർഷമായിട്ട് കാണുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു എക്സ് മുസ്ലിംസ് ഈ ഒരു അർഷ ബാക്കി പറഞ്ഞു. അർഷ പോകണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒറ്റ മിനിറ്റ്. അർഷ ഞാൻ വജൈന ഇതെന്നൊക്കെ പറഞ്ഞത് ആ പുള്ളി എന്നോട് ചോദിച്ചത് ബനു മുസ്തലിഖിന്റെ കാര്യത്തിലാണ്. നമ്മൾ അപ്പൊ തന്നെ കാണിച്ചാണ്. അർഷിന് വേണ്ടി വീണ്ടും കാണിക്കുന്നു. കുറച്ച് അടിമ പെണ്ണുങ്ങളെ കിട്ടിയ സമയത്ത് ബനു മുസ്തലിഖ് എന്ന് പറഞ്ഞ ഗോത്രത്തെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മുഹമ്മദിന്റെ അടുത്ത് ആൾക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് കോയിറ്റസ് ഇന്ററപ്റ്റസ് ചെയ്യണം. എന്താണ് കോയിറ്റസ് ഇന്ററപ്റ്റസ്? അതൊന്ന് പറഞ്ഞു തന്നെ.
ഇത് ഹദീസാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യം പലതവണ കേട്ടതാണ്. അപ്പോ ഞങ്ങൾ അബ്യൂസ് ചെയ്തതാണോ ഇസ്ലാമിലുള്ളതാണോ? അല്ല, ഇസ്ലാമിലുള്ളതാണോ അബ്യൂസ് ചെയ്തതാണോ? ഇസ്ലാമിലുള്ളതാണോ അബ്യൂസ് ചെയ്തതാണോ? സഹീഹുൽ ബുഖാരി ഇസ്ലാമിലുള്ളതാണോ? അപ്പൊ അബ്യൂസ് ആണല്ലേ, കോയിറ്റസ് ഇന്ററപ്റ്റസ്. അപ്പോ അല്ല ഞാൻ പറയാം എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടാലേ മനസ്സിലാവും. നിങ്ങൾ കോയിറ്റസ് ഇന്ററപ്റ്റസ് നിങ്ങളുടെ ഹദീസിൽ എഴുതി വെച്ച കാര്യം ഞാൻ വായിച്ചത് എന്റെ തെറ്റാണോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാനും ഇറങ്ങുന്ന എക്സ് മുസ്ലിംസ് പൊട്ടിത്തെറിക്കാനുള്ള ഇത് ഞങ്ങളുടെ വെബ്സൈറ്റ് അല്ല. ഇവിടെ ഈ വെബ്സൈറ്റ് ഞാൻ വായിച്ചത് വജൈന എന്ന് താങ്കൾ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാണ്. ഇതിവിടെ ഞങ്ങൾ വായിച്ചെന്നല്ലേ ഉള്ളൂ. ഇതിലെന്താ പത്ര അബ്യൂസ്? അല്ല അതല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ഈ പറഞ്ഞ ഇതാ പുള്ളി ചോദ്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അല്ലാതെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലായി, കുഴപ്പമില്ല. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. വജൈന എന്ന് പറഞ്ഞ അബ്യൂസ് അല്ല, ഈ പുസ്തകത്തിൽ എഴുതിയത് നിങ്ങൾ വായിച്ചു. ഓക്കെ, ബാക്കി പറഞ്ഞു. ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അപ്പൊ ആ ടോപ്പിക്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് സമയം കൊടുക്കാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഫുൾ ആയിട്ട് കേട്ട കാര്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ പറഞ്ഞ എക്സ് മുസ്ലിംസ് അവഹേളകരും ഈ പറഞ്ഞ രീതിയിൽ ആവുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനും ചെറിയ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പൊ അറ്റാക്കും ഇത് നമുക്ക് എന്താണ് അറിയാം. എക്സ് മുസ്ലിം എത്ര പ്രശ്നങ്ങളായിട്ടുണ്ട് നമ്മുടെ കേരളത്തിനകത്തുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ എന്താണ് കാര്യം, എക്സ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് ആശയമാണ് ഈ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നത്? അതെനിക്ക് പറഞ്ഞു തന്നാണ്. പൊട്ടിത്തെറിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന എന്ത് മോട്ടീവാണ്? എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ ടീമുകളുണ്ട്. ഏത് സെക്ട്, ഏത് ടീം പ്രകാരം, ഏത് പുസ്തക പ്രകാരമാണ്? ഞാൻ നേരെ തിരിച്ച് ഇസ്ലാമിലുള്ളത് ഞാനും പറഞ്ഞുതരാം, ബാക്കി പറയും. ഓക്കെ, വെരി ഗുഡ്. അതായത് ഒരു വ്യക്തി പുസ്തകം ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രം പൊട്ടിത്തെറിക്കും എന്നാണ് നിങ്ങളുടെ വാദം. അതാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഇല്ല, ഇസ്ലാമിന്റെ ചില പുസ്തകങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ പുസ്തകങ്ങളും അതായിക്കോട്ടെ. ഞാൻ പറയുന്ന വാക്കിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങല്ലേ, മനസ്സിലായി. ഇസ്ലാമിന്റെ പുസ്തകം ഫോളോ ചെയ്യുന്നവരാണ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത എന്നാണ് നിങ്ങളുടെ വാദം. ഓക്കെ, അത് സാധ്യത ഇന്ന് 2024 കാര്യമാണ് പറയുന്നത്. ഓക്കെ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നിങ്ങൾ കേൾക്കുക, തെളിവും വേണമെങ്കിൽ തരാം, വാർത്തകൾ ഒരുപാട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞോട്ടെ സഹോദര. ഞാൻ പറഞ്ഞ കാര്യം, ഒരു പുസ്തകം ഫോളോ ചെയ്യാതെ ഇത്ര ചെറിയ സെക്ട് ആയിട്ട് നിങ്ങൾ ഇപ്പം കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കറിയാം. സ്ത്രീ വിഷയത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പൊട്ടിത്തെറികളിലേക്ക് ഏതുപോലെ പോകുന്ന നിങ്ങൾ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കേക്ക്. ഈ പൊട്ടിത്തെറിലേക്ക് പോകാനുള്ള കാരണം, നിങ്ങളുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് കളിയാക്കി അവഹേളനം നടത്തി ഇതുപോലത്തെ പിന്നെ സെക്ഷുവൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ ഇത് നിങ്ങളുടെ പുസ്തകമാണ് സുഹൃത്തെ. വീണ്ടും സ്റ്റേറ്റ്മെന്റ് വെച്ച് പോകാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ പുസ്തകം ഞങ്ങൾ വായിച്ചത് പ്രൊവോക്കേഷൻ ആണോ? കോയിറ്റസ് ഇന്റർപ്റ്റസ് അത് പ്രൊവോക്കേഷൻ ആണോ? അത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് അവിടെ നിങ്ങളല്ലേ എഴുതി വെച്ചത്. ഞാനാണോ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളാണോ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ നിരീക്ഷണവാദികളാണോ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പല കാര്യങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഒരു തെളിവുള്ളതും തെളിവില്ലാതെ. ഒരു മിനിറ്റ് പുള്ളിക്കാരൻ ഒരു 5 മിനിറ്റ് കൊടുക്കാം. പുള്ളിക്കാരൻ പറയുന്നൊക്കെ പറയട്ടെ. അല്ല സൽമാൻ, ഇത് പുള്ളിയുടെ ഒരു സ്ഥിര അടവാണ്. ഇത് കുറെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വേഗമായി വെച്ച് പോകും. പക്ഷെ അതിന് കൃത്യമായിട്ട് പോയിന്റ് വെച്ച് മറുപടി വരുന്നത്. അല്ല, നിങ്ങൾ എല്ലാവർക്കും സമയം കൊടുത്തതുപോലെ എനിക്കും തന്നാലും കുഴപ്പം. സമയം ഒരുപാടുണ്ട്. ഇനിയും ഞാൻ സമയം തരില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയും. അല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു, ഇന്ററപ്റ്റ് ചെയ്യരുത്. അപ്പൊ ചോദ്യം ആ ചോദ്യം അവിടെ ഒരു മിനിറ്റ്, ആ ബാക്കിൽ നേരത്തെ പറഞ്ഞ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. എക്സ് മുസ്ലിങ്ങളുടെ ഏത് പുസ്തക പ്രകാരം, എന്ത് ആശയപ്രകാരമാണ് നിങ്ങൾ ഈ പറഞ്ഞ കുറ്റകൃത്യം അവർ ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നത്? ആ പുസ്തകവും ആ തെളിവും നിങ്ങൾ തന്നാ മതി. ഓക്കെ, ഞാൻ അതിന്റെ ഉത്തരം പറയുന്നതാണ്. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന സഹോദര. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ 3 മിനിറ്റെങ്കിലും തന്നല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു പുസ്തകവും ഇല്ലാതെ, ഒരു കാര്യവും ഇല്ലാതെ ഈ പറഞ്ഞ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ, ആന്റി റിലീജിയസ് ആയി ആന്റി മുസ്ലിംസ് ആയ ആൾക്കാർ, അവരുടെ സ്ഥിരം തൊഴിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രൊവോക്ക് ചെയ്യുക. അതിനുവേണ്ടി മാത്രം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കാര്യങ്ങൾ കോട്ട് ചെയ്ത് അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്നത് പോലെ ആൾക്കാരെ ലൈവിലും ക്ലബ് ഹൗസിനകത്തും അതേപോലെ പല സ്ഥലങ്ങളിലും ആൾക്കാരെ മോട്ടിവേറ്റ് കിട്ടി. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് കോൺട്രഡിക്ഷൻ ആണ്. നിങ്ങൾ പൊട്ടിത്തെറി എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടി ഇടിച്ച് കയറ്റുന്നതും വണ്ടി എടുത്ത് അതായത് സ്ഫോടക വസ്തു വെച്ച് പൊട്ടിത്തെറിക്കുന്നതാണോ? വേറെ ഏതെങ്കിലും പൊട്ടിത്തെറിയാണോ? നിങ്ങൾ എന്ത് പൊട്ടിത്തെറിയാണ് ഉദ്ദേശിക്കുന്നത്?
ഞാൻ പൊട്ടിത്തെറി ഞാൻ പറഞ്ഞുതരാം. അതായത് മതത്തെ വിമർശിക്കുന്നതിന് പൊട്ടിത്തെറി എന്നാണോ നിങ്ങൾ വിളിക്കാറ്? അല്ല, ഞാൻ അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിച്ച മതമാണ്. കാരണം അതിനകത്ത് മറ്റു മതങ്ങളൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ തുടങ്ങും. പറഞ്ഞോളൂ. ഞാൻ പറയുന്ന അല്ല, ഞാൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ വെച്ചിട്ടിട്ട് ഒരു മിനിറ്റ്, ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വെച്ച് പോകുന്നു, ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ അത് തിരുത്തും. അത് പരസ്യമായിട്ട് നമ്മൾ ഒരു വേദിയിൽ പറയുന്ന സമയത്ത് വെറുതെ വേഗം സ്റ്റേറ്റ്മെന്റ് വെച്ച് പോകാൻ പറ്റില്ല. നമ്മൾ തിരുത്തി പോകണം. ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ പറഞ്ഞ ഞാൻ കാണുന്നത് ഐസിസിനെയും എക്സ് മുസ്ലിംസിനെയും ഒരു നാണയത്തിന് 2 വർഷമായിട്ടാണ്. എനിക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം തന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐസിസ് എന്ത് അടിസ്ഥാനത്തിലുള്ള, ഐസിസ് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനയാണ്? അതൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാ സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് വെക്കാതിരിക്കുക, ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വെക്കൽ മാത്രമാണ് ഉദ്ദേശം എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കലല്ല. അല്ല, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ സംസാരിക്കാം. നിങ്ങൾ എങ്ങനെ പറഞ്ഞു എങ്ങനെ സംസാരിച്ചാൽ മതിയോ? താങ്കൾ ഇങ്ങനെ വേഗമായിട്ട്, താങ്കൾ ആദ്യം പറഞ്ഞു എക്സ് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ടീമുകളാണ്, അവരിങ്ങനെ അവഹേളിച്ച് അവസാനം പൊട്ടിത്തെറി. എന്താണ് പൊട്ടിത്തെറി? അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ മതത്തിനെ അവഹേളിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്താണെന്ന് അറിയോ? ഈ മെന്റൽ ഓർഗാസിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണ് മെന്റൽ ഓർഗാസ്? അതൊന്ന് പറഞ്ഞേ. മതത്തെ വിമർശിക്കുന്നത് എങ്ങനെയാണ് മെന്റൽ ഓർഗാസ് ആവുന്നത്? അതായത് ഈ പറഞ്ഞ വജൈന മുമ്പിൽ കൂടി പിൻപിൽ കൂടി. എന്റെ പൊന്നു സുഹൃത്തെ, വീണ്ടും അതേ പോയിന്റിൽ തിരിച്ചെത്തി. ഇത് പുസ്തകത്തിലുള്ളത് വായിക്കുന്നതാണ്. സ്ത്രീകൾ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുസ്തകം അത് ഞാൻ വായിക്കുന്നതാണോ എന്റെ കുറ്റം? നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതല്ലേ കൃഷിയിടം? വജൈന അനസ്മത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. അത് നിങ്ങൾക്ക് ഡെയിലി വായിക്കുമ്പോൾ ഒരു മെന്റൽ ഓർഗാസം കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. അത് എഴുതി വെച്ചവന്റെ കുറ്റമല്ലേ? ഞങ്ങളുടെ കുറ്റമാണോ? അല്ല, നിങ്ങൾ ഡെയിലി വായിക്കുന്നതിനത്. അപ്പൊ വായിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അങ്ങനെ വായിക്കുന്നുണ്ട് ഓർഗാസം കിട്ടുന്നുണ്ടെങ്കിൽ ഖുറാൻ എന്നും നിസ്കാരത്തിൽ ഓതുന്ന മുസ്ലിങ്ങൾക്കാണല്ലേ ശരിക്കും ഓർഗാസം കിട്ടുന്നത്? അല്ല, മുസ്ലിങ്ങൾ ഡെയിലി ഏനസും വജാനും വായിക്കുന്നില്ല. അവർ അറബിൽ വായിക്കുന്നുള്ളൂ. സോറി, നിങ്ങൾ അല്ല വായിക്കുന്നില്ല പറഞ്ഞു. നമ്മൾ ഡെയിലി സൂറത്തുൽ ഫാത്തിഹ വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഏനസും വജാനും ഇല്ല. എന്റെ പൊന്നു സുഹൃത്തെ, നിസ്കാരത്തിൽ ഏത് സൂറത്തും വായിക്കാം, ഫാത്തിഹ മാത്രമേ വായിക്കുള്ളൂ. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല ഇതുവരെ? ഇന്നത്തേക്കാൾ കൗസർ, അതിന്റെ ബാക്കി ഭാഗം തന്തക്ക് വിളിയാണ്, അതുവരെ വായിക്കാം. അത് തന്തക്ക് വിളിയാണ്. ഓക്കെ, നമ്മൾ അതിലേക്കൊന്നും പോട്ടെ. ഇപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ എക്സ് മുസ്ലിംസും ഐസിസും ഒരേ നാളത്തിന് 2 വർഷമാണ്. മെന്റൽ ഓർഗാസം എന്നുള്ള പോയിന്റ് വിട്ടില്ലേ? മെന്റൽ ഓർഗാസം നമ്മൾ വായിക്കുന്നത് കൊണ്ട് സംഭവിക്കും. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിന് സമയം തരുവാണെങ്കിൽ തരാം. അതെ, ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം മദ്രസയിലൊക്കെ പഠിച്ചുകൊണ്ട് ആ സാധ്യത ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അത് സമ്മതിക്കുന്നു. ഓക്കെ, അബ്സല്യൂട്ട്ലി. അതായത് ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു ടീം ഈ ഡെയിലി ഏനസും വെജേനും സംസാരിക്കുന്നു, പ്രൊവോക്ക് ചെയ്യുന്നു, ആൾക്കാരെ ശത്രുത കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന എന്ത് ശത്രുതയാണ് ഏനസും വജേനും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക? ഏനസും വജേനും തമ്മിൽ ശത്രുത ഉണ്ടാവും? അല്ല, എന്തൊക്കെയാണ് അർച്ച് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെന്റ് തുറന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഇടയ്ക്കിടെ ഇവിടെ നിന്ന് താങ്കൾ ഇങ്ങനെ വേഗമായിട്ട് ഓരോ കാര്യം പറഞ്ഞു പോകുന്നു. അത് വിശദീകരിക്കുന്ന സമയത്ത് താങ്കൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം തിരിച്ചും പറയുന്നു. നേരത്തെ പറഞ്ഞു ഞാൻ ഈ ഏനസും വജീനും വെച്ച് മുസ്ലിങ്ങൾ അബ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ തെളിവ് കാണിച്ചപ്പോൾ പറയുന്നു അല്ലല്ല അത് ഞങ്ങൾക്ക് മെന്റൽ ഓർഗാസം കിട്ടാനാണെന്ന്. ഞങ്ങൾ പറയുന്നു ഇത് പുസ്തകത്തിലുള്ളതാണ്. അപ്പൊ താങ്കൾ പറയുന്നു അല്ലല്ല അതും വീണ്ടും മുസ്ലിങ്ങൾ അബ്യൂസ് ചെയ്ത് പ്രൊവോക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഖുർആനിലെ മൊത്തം ഏനസും വജീനും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ ഖുർആനകത്ത്? അല്ല, ഞാൻ ഈ ഖുറാനിലെ എല്ലാ ഭാഗത്തും ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഒരു ഹദീസ്, ഒറ്റ ഹദീസ് കാണിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടില്ല. അല്ല, നിങ്ങൾ അത് മാത്രം എന്തുകൊണ്ട് പറയുന്നു, വേറെ ഒന്നും എന്തുകൊണ്ട് പറയുന്നില്ല? എന്റെ പൊന്നു സുഹൃത്തെ, എഴുതി വെച്ചത് ഞങ്ങൾ ചില ഭാഗം വായിക്കുന്നു, ചില ഭാഗം ഒരുപാട് കാര്യങ്ങളുണ്ട്, മൊത്തം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റും. എല്ലാ ഭാഗവും എന്തുകൊണ്ട് വായിക്കുന്നില്ല? എന്റെ പൊന്നെ, ഒരു വിഷയം പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിഷയം മാത്രമേ ഉള്ളൂ. ഈ വിഷയം മാത്രം നിങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മതത്തിലുള്ളതല്ലേ? നിങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യമല്ലേ? മതത്തിലുള്ള വേറെ ഒരു വിഷയം നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് 99.9% നിങ്ങൾക്ക് പറയാലോ. ഞങ്ങൾക്ക് പറയാനുള്ള ആഗ്രഹമുള്ള കാര്യം ഞങ്ങൾ ആ വിഷയം ആ ടോപ്പിക് വരുമ്പോൾ പറയും. Absolutely, you came to the point. അതാണ് ഞാൻ പറഞ്ഞത്. You came to the point. അതായത് മെന്റൽ ഓർഗാസിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഓർഗാസം ഉണ്ടാക്കിയത് ആളുടെ പേര് അള്ളാഹു എന്നാണ്. അള്ളാഹു ഇറക്കിയ പുസ്തകത്തിൽ അങ്ങനെ കാര്യമുണ്ട്. അള്ളാഹു ഇറക്കിയ പുസ്തകത്തിൽ അതുണ്ട്, ഞങ്ങൾ വായിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഞാൻ വായിക്കേണ്ടത്. ഞാനൊരു ടോപ്പിക് പറയുന്ന സമയത്ത് എനിക്ക് ഇസ്ലാമിനകത്ത് ഖുറാനകത്തുള്ള വചനം ഞാൻ വായിക്കുന്നത് എന്ത് തെറ്റാണ് ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ എഴുതി വെച്ച പുസ്തകം ഇറക്കിയ ആളുടെ തെറ്റല്ലേ? എങ്ങനെ ഇരിക്കണം, എങ്ങനെ ബാത്റൂം പോകണം, എങ്ങനെ ഇതാക്കണം, ഈ കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ്. കറക്റ്റ് അല്ലേ? ഇത് ഇസ്ലാമല്ല ഇൻട്രസ്റ്റഡ്, ഞങ്ങളാണോ ഇൻട്രസ്റ്റഡ്? ഇത് എഴുതി വെച്ചതാണ്.
നിങ്ങളാണല്ലോ ഡെയിലി ഇത് വായിക്കുന്നത്, മുസ്ലിങ്ങൾ ഇത് വായിക്കുന്നില്ലല്ലോ ഡെയിലി. എടോ ഈ വായിക്കുന്നത് ഒരു തെറ്റാണോ? എന്താണ് അർഷദ്? നമ്മൾ നിങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നതാണോ തെറ്റ്? നിങ്ങളെ ഇതുപോലത്തെ കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയാനോ ഞാൻ. എന്ത് പൊട്ടിത്തെറിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്? അത് പറയും, എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിയിലെത്തുന്നത്? അതാ ഞാൻ പറഞ്ഞു കേട്ടാ മനസ്സിലാവും. നമ്മളെല്ലാ ദിവസവും ഖുർആനും ഹദീസും വായിക്കുന്നുണ്ട്, നമ്മൾ പൊട്ടിത്തെറിക്കുന്ന പറയുന്നത്. അതായത് അതെ അതെ, ആരുടെ കുറ്റമാണത്? അത് ആരുടെ കുറ്റമാണത്? പാടില്ല ഈ സാധനം പൊട്ടിത്തെറിക്കൂ, അത്രേ ഉള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് ഐസിസും ഒരു ഭാഗത്തും ഈ പറഞ്ഞ എക്സ് മുസ്ലിംസും. ഐസിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട്, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്തുകൊണ്ട് അവർ പൊട്ടിത്തെറിക്കുന്നു. എക്സ് മുസ്ലിംസ് ഇതേപോലെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് സോഷ്യൽ മീഡിയയിൽ കൂടി മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. രണ്ട് പേരും ചെയ്യുന്ന കാര്യം, ഒരാള് വെടിവെച്ച് AK-47 വെച്ച് ആൾക്കാരെ കൊല്ലുന്നു. ഈ പറഞ്ഞ എക്സ് മുസ്ലിംസ് സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ഈ പറഞ്ഞ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്ത് ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റിൽ ഉണ്ടാകും. ഇസ്ലാമിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ നേരിൽ അറ്റാക്ക് ആവുന്നത്? ഇസ്ലാം ഒരു ഹദീസ് വായിക്കുന്നത് നിങ്ങളെ വിമർശിക്കുന്നില്ല, അവഹേളിക്കുന്ന. ഇസ്ലാമിലെ ഒരു ഹദീസ് വായിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെ അറ്റാക്ക് ആവുന്നത്? അതായത് ഈ പറഞ്ഞ ഐസിസ് എന്ന് പറയുന്ന ആൾക്കാര് കൃത്യമായിട്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളാണെന്ന് ജാസിമിന് എങ്ങനെ മനസ്സിലായി? അവരുമായിട്ട് നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്നോ? എങ്ങനെ മനസ്സിലായി? എടോ, അത് ഐസിസ് ക്ലെയിം ചെയ്യുന്നതാണ്. അവര് പറയുന്നു ഞങ്ങൾ ഇസ്ലാമാണ്, ഇസ്ലാമാണ്, മുസ്ലിം. അവര് മുസ്ലിങ്ങളല്ലാന്ന് നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾക്കറിയാം അവര്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവര് ചെറുപ്പത്തിൽ. അല്ല, അത്ര വലിയ ചോദ്യം ചോദിക്കല്ലേ, ഇത് കഴിയട്ടെ. അല്ല, ഈ പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാം. ഈ പറഞ്ഞ എന്നെ പറയാൻ പോലും അനുവദിച്ചിട്ടില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. നിങ്ങളെ എഗെയിൻസ്റ്റ് സംസാരിക്കുന്നവർക്ക് സംസാരിക്കാനുള്ള അവസരം പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വെച്ച് പോകുമ്പോൾ ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അർഷ് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചപ്പോ നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ അർഷിന് അസഹിഷ്ണുത സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയില്ലേ? അനുവദിക്കുന്നില്ല, എന്നെ പറയാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ. അതാണ് പ്രശ്നം. ഇത്രയും നേരം അർഷാൻ സംസാരിച്ചത് ഇവിടെ എത്ര പേര് വന്നു, അവർക്കൊക്കെ എത്ര സമയം കൊടുത്തു, ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ എത്ര കൊടുത്തു? ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് പോകുമ്പോ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ പറഞ്ഞ ഐസിസ് എന്ന് പറയുന്ന ടീം നിങ്ങൾ പറയുന്നു അവര് മുസ്ലിങ്ങളാണ്, അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. പക്ഷെ ഞങ്ങളല്ല, അവര് പറയുന്നു സോറി അവര് ഇസ്ലാമിന്റെ എല്ലാ അധ്യായനങ്ങളും പിന്തുടരുന്ന ആൾക്കാരാണെന്ന് അവര് പറയുന്നു. അവര് പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അവര് ഇസ്ലാമിന്റെ അധ്യയനങ്ങൾ പ്രകാരം പല കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ട്, അടിമകളാക്കി വെച്ചിട്ട്. അവര് പറയുന്നു ഇന്ത്യയിലുള്ള, അതായത് ലോകത്തിലുള്ള 70,000+ ക്ലെറിക്സ് സ്കോളേഴ്സ് പറയുന്നു അവർക്ക് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദേ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ഇസ്ലാം എന്ന് 70,000 ക്ലെറിക്സ് പറയുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പൊ നിങ്ങള് 70,000 ക്ലെറിക്സ് പറയുന്നതാണോ ഇസ്ലാം? അതൊന്ന് പറഞ്ഞു. 70,000 ക്ലെറിക്സ് പറയുന്നത് മാത്രമാണോ ഇസ്ലാം? ഇസ്ലാമിൽ ഇജ്മാ എന്നുള്ളത് എത്രാമത്തെ ഭാഗത്താണ് വരുന്നത്? ഇസ്ലാമിൽ ഖുർആനും ഹദീസുമാണ് ഏറ്റവും അടിസ്ഥാന. ഉസാമ ബിൻ ലാദൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു, അവരുടെ വാക്കുകൾ എടുക്കുന്നു, എന്നിട്ട് അവര് മുസ്ലിം. അതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവർ ഇസ്ലാമികമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഉസാമ ബിൻ ലാദൻ പറഞ്ഞ എല്ലാ കാര്യം വിശ്വസിക്കാൻ ഞങ്ങൾ എന്താ പൊട്ടനാ? പിന്നെ അവര് മുസ്ലിമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഇത്ര ആൾക്കാരെ കൊന്ന ആൾക്കാർ, അവര് മുസ്ലിം ആണെന്നുള്ളത് അവര് പ്രവൃത്തിയിലൂടെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു മുസ്ലിം അമ്പലത്തിൽ പോയിട്ട് അവിടെ തൊഴുകയാണെങ്കിൽ അവൻ മുസ്ലിം അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അമ്പലത്തിൽ പോയി തൊഴുകയാണല്ലോ. അതായത് ഉസാമ ബിൻ ലാദൻ നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശയന പ്രതിഷ്ഠ നടത്തിയിരിക്കാം ഉസാമ ബിൻ ലാദൻ. അപ്പൊ അയാൾ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല, കാരണം അയാൾ മുസ്ലിം അല്ല എന്ന് മനസ്സിലാവും. അയാൾ ഇങ്ങനത്തെ ആചാരങ്ങൾ. ഈ ഉസാമ ബിൻ ലാദൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടോ നിങ്ങൾക്ക് ആൾ കൃത്യമായിട്ട് എന്ത് ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് അറിയോ? സുഹൃത്തെ, അയാള് പ്രവൃത്തിയിൽ അയാളുടെ തീവ്രവാദം ആ വിഷയത്തിൽ അയാൾ ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അയാൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ അടുത്ത വിവാദം അർഷ് കേട്ടിരുന്നില്ല? ആ വീഡിയോ ഒക്കെ നമ്മുടെ മിസ്റ്റർ അവർ അൺമാസ്ക് ചെയ്തു. അവർ അൺമാസ്ക് ചെയ്തത് വീണ്ടും നമ്മൾ അൺമാസ്ക് ചെയ്യേണ്ടി വന്നു. കാരണം കള്ളത്തരം പറഞ്ഞ്
ഒരു ഹദീസിന്റെ ഞാൻ പകുതി മാത്രം മുറിച്ചുകൊണ്ട് തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്ത് അവര് അത് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ അതിനെ കൃത്യമായിട്ട് അതിനെതിരെ കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ബാസിൽ മാപ്പ് പറയേണ്ടി വന്നില്ലേ? ബാസിൽ വേറൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. പറഞ്ഞേക്ക് സഹോദര, അവര് കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിന്റെ പുസ്തകത്തിൽ നിന്ന് മിസ്കോട്ട് ചെയ്തിട്ട് ഹാഷ്മി പറഞ്ഞത് മിസ്കോട്ട് ചെയ്തിട്ട് ബാസിൽ പറഞ്ഞ ആ വീഡിയോയുടെ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അത് പറയാൻ അവര് പറഞ്ഞു അത് എന്താ പറഞ്ഞത്, ഇസ്ലാമിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞത്. അവർക്ക് പറ്റിയ തെറ്റ് അവര് അംഗീകരിച്ചു അല്ലേ? ഹാഷ്മി പറഞ്ഞത് തെറ്റാണെന്ന് അവര് പറഞ്ഞില്ലേ? അംഗീകരിച്ച തെറ്റ് പറയുന്നില്ല ഹീറോയിസം, അല്ലാതെ ആരിഫിനെ പോലെ ഞാൻ ചറവറ കള പറയുന്നതാണ്. എടോ സുഹൃത്തെ, അത് ഹദീസിലുണ്ട് എന്നാണ് പിന്നീട് പറഞ്ഞത്. ബില്ലാദിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്നാണ് ആദ്യത്തെ അവകാശവാദം. ആദ്യത്തെ ക്ലെയിം എന്തായിരുന്നു ബാസിലിന്റെ ആദ്യത്തെ വീഡിയോയിലെ ക്ലെയിം? രവിചന്ദ്രൻ സി ഇസ്ലാമിനെതിരെ ഈ ബില്ലാദിനെ എടുക്കുന്നത് ബില്ലാദിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് നുണ പറഞ്ഞു ബാസിൽ. ഹാഷ്മി കോട്ട് ചെയ്തു. ആ നുണ തിരുത്തി. അത് ഞങ്ങളുടെ തെറ്റാണോ ഞങ്ങളുടെ ശരിയാണോ? അത് ബാസിലിന്റെ ഭാഗത്ത് പറ്റിയ തെറ്റല്ലേ? ആ നുണയാണ് തിരുത്തിയത്. ബില്ലാദിന് ഇസ്ലാമുമായി ബന്ധമുണ്ട് എന്ന് ബില്ലാദൻ പറഞ്ഞ ഹദീസ് വെച്ചിട്ട് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഹദീസ് വീണ്ടും കാണിക്കണം. ബില്ലാദൻ പറഞ്ഞ രണ്ടാമത്തെ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമോ? എന്റെ പൊന്നു സുഹൃത്ത്, അത് മൊത്തം ഫുള്ള് വീഡിയോ നമ്മുടെ പ്രേ ആണല്ലേ? ഹദീസ് കാണിക്കാൻ പറ്റും. ബില്ലാദിന് ഹാഷ്മി പറഞ്ഞത് ഒരു മിനിറ്റ് ഹാഷ്മി അവിടെ പറഞ്ഞെന്താ? ഇസ്ലാമുമായിട്ട് ഈ ബില്ലാദിന് ബന്ധമില്ലാന്ന് ബില്ലാദൻ സമ്മതിച്ചു എന്ന തരത്തിലാണ് ഹദീസ് അവതരിപ്പിച്ചത്. അതിന്റെ മറു ഹദീസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു തെറ്റ് അംഗീകരിച്ചത് തെറ്റാണ്. ആരിഫ് ഹുസൈനെ പോലെ ചറപറ ഞാൻ നുണ പറയും, ഒരു നുണ പോലും ഇതുവരെ തെറ്റാണെന്ന് അംഗീകരിക്കാതെ ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് വളരെ നല്ല കാര്യം അല്ല? ശരി, ബില്ലാദിന് ഇസ്ലാമുമായി ബന്ധം ഉണ്ടോ ഇല്ലയോ? അല്ല, ബന്ധമില്ല. അതാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ഈ പറഞ്ഞ ഈ 70,000 ക്ലെറിക്സ് പറയുന്നു ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. എല്ലാ മുസ്ലിംസും പറയുന്നു ഇസ്ലാമിന്റെ പ്രമാണം 70,000 ക്ലെറിക്സ് ആണോ? 70,000 ക്ലെറിക്സ് ആണോ ഇസ്ലാമിന്റെ പ്രമാണം? അതങ്ങ് പറഞ്ഞു തന്നാൽ മതി. ഞാൻ ഇവിടുത്തെ ഈ വിഷയം നമുക്ക് ഇവിടെ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഞാൻ സമ്മതിച്ചുതരാം. 70,000 ക്ലെറിക്സ് ആണോ ഇസ്ലാമിന്റെ പ്രമാണം? സിമ്പിൾ ആണ്. ഇത് വളരെ തെളിവായിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പേര് പറഞ്ഞു നടന്നാൽ പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ പറയാം, 70,000 ക്ലെറിക്സ് ആണോ ഇസ്ലാം? 70,000 ക്ലെറിക്സിനും എല്ലാ വിഷയങ്ങളും ഒരു അഭിപ്രായമാണോ? ഇസ്ലാമിൽ എത്ര സെക്കൻഡ് സുഹൃത്തെ? നിങ്ങൾ പറയുന്നത് സ്വന്തം വാദത്തിനെതിരാണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ 70,000 ക്ലെറിക്സ് സമാധാനത്തിൽ ജീവിക്കുന്ന 70,000 ക്ലെറിക്സ് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കോ, അല്ലെങ്കിൽ ഉസാമ ബിൻ ലാദൻ പറഞ്ഞ അംഗീകരിക്കോ? നിങ്ങൾക്ക് ഏതാണ്? ഞങ്ങൾ പ്രമാണത്തിലേക്ക് നോക്കുമ്പോൾ ഉസാമ ബിൻ ലാദനും ഉസാമ ബിൻ ലാദൻ പറഞ്ഞത് മാത്രം അംഗീകരിക്കും. ദാറ്റ് മീൻസ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഉസാമ ബിൻ ലാദൻ ചെയ്യുന്നതും ഇസ്ലാമുമായി ബന്ധമുണ്ടോ എന്ന് നമ്മൾ നോക്കും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണോ നോക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഖുറാനും ഹദീസിനും അടിസ്ഥാനത്തിലാണോ ഈ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നോക്കും. അതെ, ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും കൊല്ലുന്നത് മുസ്ലിങ്ങളെയാണ്. മനസ്സിലായില്ല? മുസ്ലിങ്ങളാണ് കൂടുതലും കൊല്ലപ്പെടുന്നത്. ഇവരെ കൊല്ലുന്നത് കൂടുതലും മുസ്ലിങ്ങളെയാണ്. അപ്പൊ ഈ പറഞ്ഞ തീവ്രവാദികൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ എടുക്കും, അത് മാത്രം നിങ്ങൾ അംഗീകരിക്കും. ഉസാമ ബിൻ ലാദൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര വലിയ ടെററിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ 100% ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നു എന്ന് നിങ്ങളുടെ ക്ലെയിമാണ് അതൊക്കെ. പക്ഷെ 70,000 ക്ലെറിക്സും സമാധാനം ജീവിക്കുന്ന ബില്യൺസ് ഓഫ് മുസ്ലിംസ് അവരെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾ ഐസിസിന്റെ കൂടെയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഹദീസും ഖുറാനും വായിക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. 70,000 ക്ലെറിക്സ് ഇസ്ലാമിനെ വെളുപ്പിക്കുന്നു, നമ്മൾ അത് കൃത്യമായിട്ട് ഇസ്ലാം എന്താണെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളും ഉസാമ ബിൻ ലാദനും ഒരേപോലെ ഖുറാനെ വായിക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പുസ്തകം ഒരേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും ഒരേപോലെ വായിക്കും. ഇംഗ്ലീഷിൽ എഴുതി വെച്ചാലും അറബിയിൽ എഴുതി വെച്ചാലും ഒരേ കാര്യം ഒരൊറ്റ അർത്ഥമല്ലേ ഉണ്ടാവുള്ളൂ. 10,000 അർത്ഥം ഉണ്ടാവും, 70,000 അർത്ഥം ഉണ്ടാവും. അല്ല ജാസിമെ, എല്ലാ 70,000 ക്ലെറിക്സും ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും തള്ളുന്നു. എക്സ് മുസ്ലിംസും ഉസാമ ബിൻ ലാദനും ഖുറാൻ. ആര് പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളും തള്ളുന്നു? ആര് പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളും തള്ളുന്നു? അതുകൊണ്ട് 70,000 ക്ലെറിക്സിന്റെ ഉദാഹരണം അത് പോരെ. വേറെ ആര് പറഞ്ഞു സുഹൃത്തെ? ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, IS-നെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. ഇവരൊക്കെ തീവ്രവാദ സംഘടനകളാണ്. നിങ്ങൾ മാത്രം അർച്ചുപിടിരുന്ന് ബടായി പറഞ്ഞ പോലല്ലോ, ഇത് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. അർഷാണോ ഈ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്? ഈ പറഞ്ഞ ഐസിസും എക്സ് മുസ്ലിംസും ഖുർആൻ ഒരേപോലെ വായിക്കുന്നു. കറക്റ്റ് ഞാൻ പറഞ്ഞു, ശരിയല്ല? എടോ, ഖുർആൻ ഒരു കാര്യം എഴുതി വെച്ചത്, അത് വേറെ രീതിയിൽ വായിക്കാൻ പറ്റുമോ? ആ എഴുതി വെച്ച രീതിയിൽ തന്നെ വായിക്കാൻ പറ്റുമോ? ഈ ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ ക്ലെറിക്സും ഒക്കെ അത് ശരിയല്ല, ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. എക്സ് മുസ്ലിം പറയുന്നത് ബന്ധമുണ്ടെന്ന്, പിന്നെ അതേപോലെ ഉസാമ ബിൻ ലാദനും പറയുന്ന ബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടും ഒരേ. ഉസാമ ബിൻ ലാദൻ കോട്ട് ചെയ്ത് ഹദീസാണ്, ഞങ്ങൾ ഹദീസ് വായിക്കുന്നു എന്നാണ്. അല്ലാതെ ഉസാമ ബിൻ ലാദൻ കോട്ട് ചെയ്തതുകൊണ്ട് അത് ഉസാമ ബിൻ ലാദനെ പോയി വായിക്കുന്നു എന്നല്ല, ഹദീസാണ് വായിക്കുന്നത്. ഹദീസ് തെറ്റാണ്, അങ്ങനെയല്ല അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് തെറ്റാണെന്ന് പറയുമ്പോ അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ആണ് പ്രശ്നം. ഓക്കെ, ശരിയായി വരുന്നുണ്ട്.
ഇന്റർപ്രിട്ടേഷൻ ആണ് പ്രശ്നം. അല്ല, നിങ്ങൾക്ക് ഉസാമ ബിൻ ലാദന്റെ പിന്നെ സ്റ്റേറ്റ്മെന്റും അവര് ഇന്റർപ്രിറ്റ് പഠിപ്പിക്കുന്ന രീതിയാണ് ഇഷ്ടം അല്ലേ? കറക്റ്റ് അല്ലേ? ഹദീസ് ഞാൻ ഇവിടെ കാണിക്കണം. ഉസാമ ബിൻ ലാദൻ പറഞ്ഞ ഹദീസ് ഞാൻ ഇവിടെ കാണിക്കാം. എന്തുകൊണ്ടാണ് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത്? അതൊന്ന് ഇന്റർപ്രിറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഹർഷ എനിക്ക് അത് കൃത്യമായിട്ട് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ മതി. ഹർഷ എനിക്ക് കൃത്യമായ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു തന്നാൽ മതി. അത്രേ സിമ്പിൾ അല്ലേ? ഹദീസിനെ ഞാനിവിടെ ഖുർആൻ ക്ലാസ് എടുക്കാനോ ഹദീസ് ക്ലാസ് എടുക്കാൻ അല്ല, ഹദീസ് അത്ര സമയം എന്തായാലും വന്നതല്ലേ. ഐസസിനെ പോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് മുക്കൾ എന്ന് പറയാൻ വന്നതാണ് ഞാൻ. അതല്ല ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ഈ ഹദീസ് ഒന്ന് ഒരു മിനിറ്റ് ഈ ഹദീസ് ഒന്ന് കാണിച്ചോട്ടെ. ഈ ഹദീസ് കാണാവോ? അതായത് സ്റ്റേറ്റ്മെന്റ് അർഷ നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആയി പോണം. ഒരു മിനിറ്റ് അർഷ വെയിറ്റ്. എല്ലാ നമ്മള് ഇസ്ലാമിന് ഉസാമ ബിൻ ലാദനിൽ നിന്ന് പഠിച്ചു എന്നാണ് ഹർഷിന്റെ വാദം. നമുക്ക് മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. സൽമാൻ ഇതൊന്ന് വായിച്ചേ. സൽമാൻ എന്താണ് മനസ്സിലായതെന്ന് സൽമാൻ പറയും. അർഷന് എന്താ മനസ്സിലായതെന്ന് അർഷൻ പറയും. ഇതാണ് ഉസാമ ബിൻ ലാദൻ കോട്ട് ചെയ്ത ഹദീസ്. ഒന്ന് വെയിറ്റ്, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഉസാമ ബിൻ ലാദൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണല്ലോ? ശരിയാണോ? ഇതൊന്ന് വായിക്കേ. ഞാൻ പറയുന്ന ചോദ്യത്തിന് ഇത് വായിച്ചിട്ട് അടുത്ത വിഷയം നമുക്ക് തീർച്ചയായും ചർച്ച ചെയ്യാം. ഇതൊന്ന് വായിച്ചിട്ട് എന്റെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ സാധിക്കാതെ ഹദീസ് ഇത് ഞാൻ ബാക്കി വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യൂ. ഇതൊന്ന് വായിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിന് പോലും ഉത്തരം പറയാൻ സാധിക്കാതെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ കയറല്ലേ? ഇപ്പൊ ആരാ ഇടയിൽ കയറുന്നത്? എന്താണ് അർഷന് സ്ഥിരം പരിപാടി നടക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പൊ അത് കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് സംസാരിക്കാം. ഇതൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ ബ്രോ. ഓക്കെ. Go ahead. It is reported on the authority of Jatamma that the Prophet of Allah, when asked about the women and children of the polytheists being killed during the night raid, said, "They are from them." ഇതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരും. എന്താണ് ഉദ്ദേശിച്ചത്? ഇതാണ് ബിൻ ലാദൻ പറഞ്ഞ ഹദീസ്. ഓക്കെ. ബിൻ ലാദൻ ഇത് പറഞ്ഞാണ് ആൾക്കാരെ കൊന്നത്. കറക്റ്റ് അല്ലേ? ഇതാണ് ന്യായീകരണമായിട്ട് പുള്ളി കോട്ട് ചെയ്ത ഹദീസ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് താങ്കളെ എനിക്ക് ഇന്റർപ്രിറ്റ് ചെയ്ത് തരൂ. ശരിയായി ഇന്റർപ്രിറ്റ് ചെയ്ത് തരും. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഇതിന്റെ ഇന്റർപ്രിറ്റേഷനോ ഇതിന്റെ ഡെഫിനേഷനോ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. ഇനി അതിന്റെ ടെൻഷൻ വേണ്ട, അത് ഞാൻ വായിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വായിച്ചാൽ മതി. താങ്കളുടെ കയ്യിൽ വേറെ എന്തോ ഉണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താണ് ഇവിടെ ഉണ്ടല്ലോ, വായിച്ചോളൂ. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള അവസരം തരുമോ? ഇതെന്താണെന്ന് പറഞ്ഞാൽ മതി, വായിച്ചാൽ മതി. അല്ല ഇത് വായിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറയണം, ശരിയല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ വേറെ ഫോൺ എനിക്ക് ഒരു സെക്കൻഡ് കേട്ടോ, എനിക്ക് സ്ക്രീനിൽ ഒരു സെക്കൻഡ് ഞാൻ വായിക്കാട്ടോ. ഒരു വായിച്ചില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. ഇത് വായിച്ച് പറയാനുള്ള അവസരം തരണം ദയവ് ചെയ്ത്. വായിക്കൂ സുഹൃത്തെ, സമയമില്ല. 1 മണിയായി. എത്ര 2 മണിയായി അവിടെ? പോണ്ടേ? It is reported on the authority of Jatamma that the Prophet of Allah, when asked about women and children of polytheists being killed during the night raid, said, said, they are from them. ഇതിന്റെ ബാബും കൂടി ഒന്ന് വായിക്കാം, ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ചാപ്റ്റർ പേര് കാണുന്നില്ല എനിക്ക്. ഒരു സെക്കൻഡ്. Reference in book reference Sahih Muslim 1745 book 32 hadith number 30, right? ശരിയല്ലേ? 1745a. ഓക്കേ. ബാബു ഒന്ന് വായിക്കണേ. ബാബും കൂടിയാണ് ഈ കോണ്ടെക്സ്റ്റിൽ. അല്ല, ഞാൻ വായിച്ചത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ചാനൽ വന്നോണ്ട് ഞാൻ വായിച്ചാലേ പറ്റും. ഞാൻ പറയുന്ന കാര്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഈ എക്സിക്യൂട്ട് ഒരേപോലെ ഖുർആൻ പഠിച്ചു. അവര് ഒരുപാട് നിങ്ങൾ കൊല്ലാൻ തുടങ്ങി. ശരി, നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരൊന്ന് വായിക്കൂ. നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരൊന്ന് വായിക്കൂ പ്ലീസ്. അല്ല നിങ്ങൾ ചാപ്റ്ററിന്റെ പേരൊന്ന് വായിച്ചാൽ മതി. ആ ചാപ്റ്ററിന്റെ പേരൊന്ന് വായിക്കൂ. പെർമിസിബിലിറ്റി ഓഫ് വായിച്ചോ, ഞാൻ കാണുന്നില്ല. ഓക്കെ,
permissibility of Okay. killing women and children in night raids, Okay, so okay. long as it Okay, is thank not done deliberately. Okay. Thank you so much for the information. I really appreciate it. ഇന്ന് പറയേണ്ട അവസരം എന്താ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ പറഞ്ഞ പിന്നെ മുസ്ലിംസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ തെറ്റായി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഞാൻ പറയട്ടെ എന്റെ സഹോദര, ഞാൻ ഒരേ വായിച്ചല്ലോ. പോയിന്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ വായിച്ചതിൽ എവിടെയാണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്? അല്ല ഓക്കെ ഇത് വായിച്ചിട്ടാണോ ഉസാമ ബിൻ ലാദൻ ആൾക്കാരെ കൊന്നത്, മുസ്ലിങ്ങളെ കൊന്നത്? ഇത് വായിച്ചിട്ടാണോ? അതെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയും ഇതാണ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് പുള്ളി പറഞ്ഞതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അന്ന് ഓക്കെ ഇയാള് പിന്നെ ഉസാമ ബിൻ ലാദൻ പറഞ്ഞല്ലോ, ഈ ഹദീസ് വായിച്ചിട്ടാണ് ഞാൻ ആൾക്കാരെ കൊന്നത് എന്ന് പറയുന്ന ഉസാമ ബിൻ പിന്നെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇപ്പം കാണിച്ച സ്ക്രീനിൽ നോക്കട്ടെ, ഞാൻ വായിക്കാം. എന്ത് പറ്റുമോ? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. ഉസാമ ബിൻ ലാദൻ ഈ ഹദീസ് വായിച്ചിട്ടാണ് ആൾക്കാരെ കൊന്നത് എന്ന് പറയുന്ന ഉസാമ ബിൻ ലാദൻ പറയുന്ന വീഡിയോ ഞാൻ കാണിക്കണം, ലൈവ് സ്ട്രീം ചെയ്താൽ മതിയോ? ഞാൻ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാണ് ഭയങ്കര ഉടായ്പ്. ഇത് ഇപ്പൊ നമ്മൾ ഹദീസ് കാണിച്ചപ്പോ പറയുന്നു, ഹദീസ് കാണിക്കുന്നു. ഇപ്പം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഹദീസ് മാത്രമേ ഉസാമ ബിൻ ലാദൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ജാസിം കള്ളം പറഞ്ഞു. ഇത് വായിച്ചിട്ടാണ് ആൾക്കാരെ കൊന്നത്. ഇത് വായിച്ച കള്ളം പറഞ്ഞാൽ കാണിച്ച ഉസാമ ബിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കാണിച്ച ഈ സ്ക്രീനിൽ കാണിച്ച ഉസാമ ബിൻ ലാദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീഡിയോയിൽ കാണിക്കണം. ഞാൻ പറഞ്ഞത് അയാൾ പറഞ്ഞ ഹദീസാണ്, ഞാൻ അയാൾ പറഞ്ഞ വീഡിയോ ആണ് കാണിക്കേണ്ടത്. എന്താ അർശന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് അത് പറഞ്ഞു. ഇവിടെ ഒരുപാട് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഹദീസ് കാണിച്ചതുപോലെ ആ പുസ്തകത്തിന്റെ പേജോ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഏതെങ്കിലും പിന്നെ PDF ഫയലോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഷെയർ ചെയ്ത പോലെ. എടോ, ഇന്നത്തെ വിഷയം ഇതായിരുന്നു. നമ്മൾ ഈ ഇത്രയും ആ പുസ്തകത്തിന്റെ പേജൊക്കെ തപ്പണം. ഉത്തരം മുട്ടി. ഏതാണ് പുസ്തകം? ആ പുസ്തകം ഏതാണെന്ന് പറയും. ആ പുസ്തകം ഏതാന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ആ പേജ് ഉസാമ ബിൻ ലാദൻ ഈ ഹദീസ് വായിച്ചിട്ടാണ് ആൾക്കാരെ കൊന്നത്, ട്വിൻ ടവർ അറ്റാക്കും മുസ്ലിം തീവ്രവാദിയാണ്. അദ്ദേഹത്തിന് ഒരൊറ്റ ഹദീസ് വായിച്ചിട്ടല്ല പുള്ളി തീവ്രവാദിയായത്. അതാണ് ഉദ്ദേശിച്ചത്. 2 ഹദീസ് വായിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏതാണ്? ഹാഷ്മി എന്ന് പറഞ്ഞ അവതാരകൻ അന്ന് രവിചന്ദ്രൻ സിംഗുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് ഇവിടെ സംസാരം. ആ ഹദീസാണ് പറഞ്ഞത്. ശരി, അടുത്ത ആളിലോട്ട് പോവാം. എന്തിനാ വെറുതെ ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് അയാൾക്ക് പുസ്തകത്തിന്റെ പേരല്ലേ കാണേണ്ടത്? ഒരു മിനിറ്റ്. ശരി, ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ഏക്കയുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഹദീസ് വായിച്ച് ഖുർആന്റെ ആയത്ത് വായിച്ചിട്ടാണ് ഇത്രയും പേരെ കൊന്നത് എന്ന്. ഖുർആന്റെ ആയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ ഹദീസാണ് പറഞ്ഞത്. അല്ല ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ഈ ഹദീസ് വായിച്ചിട്ടാണ് ഈ ലോകത്ത് ഇത്രയും കൂടുതൽ അറ്റാക്ക് നടത്തിയത് എന്ന് ഉസാമ ബിൻ ലാദൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ ഹാഷ്മിയുടെ ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ വിഷയത്തിൽ ഈ ഉസാമ ബിൻ ലാദന്റെ പൂർണ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം കോട്ട് ചെയ്ത മറ്റൊരു ഹദീസാണ് ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം അദ്ദേഹം ഈ ഹദീസ് വായിച്ചിട്ടോ ഖുർആൻ വായിച്ചിട്ടോ അല്ല ആൾക്കാരെ കൊല്ലുന്നതാണ് നിങ്ങളുടെ വാദം. ഒന്നിൽ നിങ്ങൾ ഉറച്ചു വെക്കുക പ്ലീസ്. എന്റെ പൊന്നു സുഹൃത്തെ, പുള്ളി ഒരു മുസ്ലിം തീവ്രവാദിയാണ്. അപ്പൊ ഇസ്ലാമിലെ എല്ലാ കാര്യവും പുള്ളി എടുത്തിട്ടുണ്ടാവും. അതിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നസെന്റ് ആയ ആളുകളെ കൊലപ്പെടുത്താനുള്ള ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ എല്ലാ വിഷയവും ഇവിടെ നമുക്ക് ഹദീസായിട്ട് കാണിക്കാൻ പറ്റും. ഇല്ല, പറഞ്ഞില്ല. ഞങ്ങളോട് പറഞ്ഞു വരുന്ന കാര്യം ഉസാമ ബിൻ ലാദൻ ഖുർആനോ ഹദീസോ വായിച്ചിട്ടുള്ള ആൾക്കാരെ കൊന്നതിന്റെ കാര്യം പ്രൂവ് ആയി. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഹദീസിലുള്ളതല്ലേ? ഇത് ഹദീസിലുള്ളതല്ലേ? ഇത് വായിച്ചിട്ട് എന്റെ ഇവിടെ ഞാൻ ഹദീസ് ക്ലാസ് എടുക്കാൻ വന്നല്ല എന്റെ പൊന്നു സർ. അല്ല ഓക്കെ ഞാൻ പഠിക്കാൻ ഇത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തതാണെന്നല്ലേ താങ്കൾ പറഞ്ഞത് നേരത്തെ? ഇത് ഞങ്ങൾ ലാദനും ഞങ്ങളും എക്സ് മുസ്ലിങ്ങളും മിസ്ഇന്റർപ്രറ്റ് ചെയ്താണ്. ഇത് താങ്കൾക്ക് ഇത് വായിച്ചിട്ട് ഇതിന്റെ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത് വായിക്കൂ, നിങ്ങൾ ഇതിന്റെ അർത്ഥം പറയൂ, നിങ്ങൾ ഇത് വായിക്കൂ, അർത്ഥം പറയൂ, ഇത് വായിക്കൂ. നിങ്ങൾ വേറെ സ്റ്റേറ്റ്മെന്റ് പറയരുത്. നിങ്ങൾ വേറെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഞങ്ങൾ എയറിൽ പോകും. അതുകൊണ്ട് ദയവ് ഇത് വായിക്കൂ. ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആയിക്കോട്ടെ. ശരി, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. അടുത്ത ആളിലോട്ട് പോവാം. അതെ, അപ്പൊ അടുത്ത കാര്യങ്ങളൊന്നും പറയാൻ അനുവദിക്കൂല. അല്ല, ഇവിടെ ജയൻ തോൽവിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എക്സ് മുസ്ലിംസിൽ. അതുകൊണ്ട് ഈ പറയുന്ന പ്രൊവോക്കേഷനും നിങ്ങൾ കുറച്ചും കൂടി പിന്നെ ഈ പറയുന്ന രീതി ആ പറഞ്ഞ ചോദ്യത്തിന് വീണ്ടും മറുപടി പറഞ്ഞില്ല. എന്ത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടിത്തെറിയിലേക്ക് പോകുന്നത്? അതുകൂടി പറയും. എന്താണ് ഞങ്ങളുടെ കയ്യിൽ പോലെ ബുക്കുണ്ടോ? ഞങ്ങൾ പോലെ ഒരു മതമാണോ? മദ്രസയിൽ ഇങ്ങനെ എക്സ് മുസ്ലിം മദ്രസകളുണ്ടോ?
എന്താണ് ഇതിന്റെ മോട്ടിവേഷൻ അത് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പറഞ്ഞ ഈ ഒരുപാട് പിന്നെ ഈ പറഞ്ഞ ടെററിസ്റ്റ് ഉണ്ടല്ലോ, ഈ ടെററിസ്റ്റ് ഒക്കെ ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ വെളുപ്പിക്കുന്നു എന്ന് പറയുന്നു. ഉസാമ ബിൻ ലാദൻ അവര് മുസ്ലിങ്ങളാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു, അവർ ഇങ്ങനത്തെ ഹദീസുകളൊക്കെ കോട്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അല്ല അപ്പൊ നിങ്ങൾ ഉസാമ ബിൻ ലാദന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ അല്ലല്ലാതെ താങ്കൾ പറഞ്ഞാൽ മതിയോ? അത് അവർ കോട്ട് ചെയ്യുന്നു, അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കോട്ട് ചെയ്യുന്നു, ഇത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. മുസ്ലിങ്ങൾ അവരെ തള്ളി, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ 2-3 ആൾക്കാർ സ്റ്റുഡിയോന്റെ അകത്ത് തള്ളിയിട്ട് കാര്യമുണ്ടോ? ലോകത്ത് ഉള്ള ഒരുപാട് മുസ്ലിങ്ങൾ തീവ്രവാദ സംഘടന ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു. താലിബാനിൽ അഫ്ഗാനിലുള്ള താലിബാന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണ്? അതൊന്ന് പറഞ്ഞു. താലിബാനും IS വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ജൂതന്മാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളാണോ? മുസ്ലിങ്ങളാണ് അവർ. ഹർഷ എന്തിനാണ് ഇങ്ങനെ മെഴുകുന്നത്? അവരൊക്കെ നല്ല തങ്കക്കുടം വിശ്വാസികൾ തന്നെയാണ്. അത് അല്ലാതെ ഹർഷിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹർഷിനെ അറിയോ? ഹർഷിന്റെ കൂടെ ഒരു ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? തീവ്രവാദികളാണോ അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം, ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? ഐസിസ് തമ്മിൽ ബന്ധമുണ്ടോ? ഐസിസ് അല്ല, ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? എന്താ ഹമാസിന് തൊടാനൊരു ഭയം? ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? ഹമാസ് തീവ്രവാദികളാണോ? ISും ഈ പറയുന്ന ഹമാസും താലിബാനും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. ഹമാസ് തീവ്രവാദിയാണോ? ഹമാസ് തീവ്രവാദിയാണോ അല്ലേ? പുസ്തകത്തിൽ വൃത്തികേട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് വായിക്കും. അത് അതേപോലെ അല്ലാതെ വേറെ രീതിയിൽ വായിക്കണം എന്നാണ് ഒക്കെ പറയുന്നെങ്കിൽ ഇത് ഞങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് കാണിച്ചു തരുമോ? ഇതാണ് ആ പുള്ളി വായിച്ചത്. 70,000 ക്ലറിക്സ് അല്ല ഇസ്ലാം. അത് ആദ്യം പോയി ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് വാ. നിങ്ങൾക്ക് ഇസ്ലാമും അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. ഇവിടെ വന്നിട്ട് പറയുന്നു 70,000 ക്ലറിക്ക് പറഞ്ഞു. 70,000 ക്ലറിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പരന്നതു പോവോ? 70,000 ക്ലറിക്ക് എങ്ങനെയാണോ അതോറിറ്റി ആവുന്നത് ഇസ്ലാമില്? അതൊന്ന് പറഞ്ഞു തന്നെ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പുള്ളി ഇസ്ലാം അനുസരിച്ചിട്ട് തീവ്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉസാമ ബിൻ ലാദൻ ഇസ്ലാം ആണെന്ന് നമ്മൾ പറയുന്നത് പുള്ളി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നാണ്, അല്ലാതെ പുള്ളി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പുള്ളി ഇസ്ലാമാണെന്ന് പറയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ഹിറാ ഗുഹയിൽ ഇതുപോലെ സൽമാൻ പറഞ്ഞ പോലെ വചനം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? അല്ല, അത് നേക്കി പറഞ്ഞു. അതേ ലോജിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാണ്. അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ മറുപടി പറയും. അതെങ്ങനെ? അല്ലല്ല, മാലാക വന്നിട്ട് മുഹമ്മദിനെ കണ്ടു. ഭൂതമാണോ സാത്താനാണോ ആരാ വന്ന് താങ്കൾ എങ്ങനെ അറിയും? പറയൂ. മാലാക വന്ന് മുഹമ്മദിന് പുസ്തകം കൊടുത്തു. നിങ്ങൾക്ക് എന്താ തെളിവ്? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? യുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഇപ്പൊ ചോദിച്ച അതേ ലോജിക്ക് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാണ്. മുഹമ്മദിന്റെ അടുത്ത് മാലാകയാണോ ചെകുത്താനാണോ വന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? തെളിവില്ലല്ലോ. അപ്പൊ ആദ്യം ചോദിച്ചാരാന്നല്ലേ? ആദ്യം ചോദിച്ചത് ആരാന്നല്ലേ? അപ്പൊ ലാദൻ എന്നുള്ള ആളില്ലല്ലേ? ലാദൻ എന്നുള്ള ഒരാളില്ലെന്നാണ് താങ്കൾ പറയുന്നത്. ലാദൻ എന്ന ആളില്ലേ? അല്ല, ലാദൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന, ഞാൻ നേരിട്ട് പോയി കാണണം, എന്നിട്ട് താങ്കളെ ബോധ്യപ്പെടുത്താൻ അതിന്റെ ഒരു വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്താൽ മതിയോ? എന്താണ് 70,000 ക്ലറിക്സിനെ ഒക്കെ തള്ളി, നന്നായിട്ട് ജീവിച്ച മുസ്ലിങ്ങളെ തള്ളി, ഉസാമ ബിൻ ലാദനെ മാത്രം ആര്? ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന് പ്രമാണം ഹദീസും ഖുറാനുമാണ്. നിങ്ങൾക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് തന്നെ അറിയില്ലേ? ചന്ദ്രനിൽ ഖുറാൻ കൊണ്ടുവച്ചാലും ഖുറാൻ ആണ് ശരിയാവുന്നത്, അല്ലാതെ അവിടെ മുസ്ലിങ്ങളുടെ ആവശ്യം പോലും ഇല്ല. ഇസ്ലാം എന്നുള്ളത് പ്രാമാണിക മതമാണ്. നിങ്ങൾക്ക് ഹദീസ് വായിക്കാൻ വയ്യ. ഹദീസ് കാണിച്ചപ്പോ അടുത്തോടായി പറഞ്ഞു. അല്ല, ഒരുപാട് പ്രതീക്ഷയിൽ വന്നതാണ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് അങ്ങ് വെച്ച് നമ്മളൊക്കെ പൊട്ടിത്തെറിക്കാൻ പോകുന്നു, വരുത്തി തീർക്കാൻ വന്നതാണ്. ഇനി കഴിഞ്ഞു, മതി, മനസ്സിലായി, എല്ലാം മനസ്സിലായി. നിങ്ങൾ ജയിച്ചു. അടുത്ത ആളിലേക്ക് പോയിക്കോ. അടുത്ത ആള് വരട്ടെ. അതെ, ഞങ്ങൾക്ക് ഉത്തരവില്ല. ഈ ഹദീസിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഐസിസിനെ പോലെ ഖുർആൻ പഠിക്കാതെ ഇസ്ലാമിനെ പോലെ അതെ, ഹദീസ് എഴുതി വെച്ചത് IS ആണ് സുഹൃത്തുക്കളെ. എല്ലാവരും ശ്രദ്ധിക്കുക, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയത് IS ആണ്, ഖുർആൻ ഉണ്ടാക്കിയത് IS ആണ്. മുഹമ്മദ് നബി ISന്റെ തീവ്രവാദിയായിരുന്നു. അതെ, തീർച്ചയായും IS ആണ് കേട്ടോ ഇസ്ലാം ഉണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക അല്ല പറയാ ഏത് സംഘടനയാണ്? അതൊന്ന് പറഞ്ഞേ. ഏത് സംഘടന? അത് ഏത് സംഘടന?
ഏത് സംഘടന? ഏത് സംഘടനയാണിത്? ഏത് അത് ഇസ്ലാമിന്റെ പേരിൽ തന്നെ വരും. ഈ പറഞ്ഞ എക്സ് നാളെ കൂടെ പോയി കേരളത്തിൽ പൊട്ടിത്തെറിച്ചാലും അത് ഇസ്ലാമിന്റെ പേര് വരും. കാരണം അവരുടെ പേര് മുസ്ലിം പേരാണ്. അവർ ഇസ്ലാമിന്റെ മോട്ടിവേഷനിലാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ തീർച്ചയായും വരും. എടോ, അവര് മതം പഠിച്ചിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്, തീർച്ചയായും വരും. ഈ പറഞ്ഞ ഐസിസിനെ പോലെ ഖുർആൻ പഠിച്ചാൽ പൊട്ടിത്തെറിക്കും. അതാണ് അർത്ഥം. എന്ത് കേട്ടില്ല? ഈ പറഞ്ഞ ഐസിസിനെ പോലെ ഖുർആൻ പഠിച്ചാൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും. അതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അവര് വായിക്കുന്നത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അറബി വായിക്കുന്ന പോലെ തന്നെയാണ് അവരും വായിക്കുന്നത്. പക്ഷെ വായിക്കുന്ന ആൾക്കാർ തീരുമാനിക്കല്ലോ, എഴുതി വെക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്താണ് എഴുതി വെക്കുന്നത്. 70,000 എന്റെ അമ്മോ, 70,000 വീണ്ടും മറ്റേ ആ സിനിമയിൽ പറയുന്ന പോലെ 1450 രൂപ 50 പൈസ, 1450 പൈസ. 70,000 ക്ലറിക്കല്ല ഇസ്ലാം, പ്രമാണം അനുസരിച്ചുള്ള മതമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. പുസ്തക മതമാണ്, ബുക്ക് മതമാണ് ഇത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെക്കുന്നത്. വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഈ ഒരു ഹദീസ് പുള്ളി കോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ അത് എന്താണ് ഹർഷ ആദ്യം പറഞ്ഞത്, ഇപ്പൊ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളോട് ബിൻ ലാദന്റെ ഹദീസ് കാണിക്കാൻ പറഞ്ഞു. ബിൻ ലാദന്റെ ഹദീസ് കാണിച്ചു. ഹദീസ് ഇന്റർപ്രിട്ടേഷൻ ഞങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അത് വായിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു യഹ്യാസിൻവർ തീവ്രവാദിയാണോ അല്ലേ? അത് ഉത്തരമില്ല. അത് കഴിഞ്ഞ് ഹമാസ് തീവ്രവാദിയാണോ അല്ലേ? ഉത്തരമില്ല. ഐസിസ് മാത്രമാണ് ഉൾപ്പെട്ട പ്രശ്നം. ആയിക്കോട്ടെ, ശരി 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 ശരി. അടുത്തത് നിങ്ങൾ ദയവേത് മുസ്ലിങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കൂ. ഈ പറഞ്ഞ ഐസിസിന് പഠിക്കാതിരിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഹമാസ് മുസ്ലിങ്ങളാണോ? ഹമാസ് മുസ്ലിമാണോ? ഈ പറഞ്ഞ ജർമ്മനിയുടെ ആരാണ് യഥാർത്ഥ മുസ്ലിം? ആരാണ് യഥാർത്ഥ മുസ്ലിം? അതൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ചോദ്യം മുസ്ലിമാണോ അല്ലേ? ഞാൻ ചോദിച്ച ഏതെങ്കിലും ചോദ്യം ബഗ്ദാദി, യഹ്യ സിൻവർ, നമ്മുടെ നസറല്ല, ഇവരൊക്കെ മുസ്ലിങ്ങളാണോ? നിങ്ങൾ ഏതാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്? ഒരു മുസ്ലിമിന്റെ പേര് പറയും. അതല്ലേ ചോദിക്കുന്നത്, ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയും. മുസ്ലിമിന്റെ അടുത്ത് പഠിച്ചോ, ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഏതാണ് യഥാർത്ഥ മുസ്ലിം? എന്താണ് അതിന്റെ അടിസ്ഥാനം, മാനദണ്ഡം? ഈ മുസ്ലിം മീറ്റർ എന്താണ്? എന്ത് മീറ്റർ വെച്ചാണ് നിങ്ങൾ അളക്കുന്നത് എന്ന് പറഞ്ഞു? മറ്റേ വല്ല ടേപ്പും ഉണ്ടോ? മുസ്ലിമാണോ അല്ലേ? ഞാൻ പറഞ്ഞ എന്റെ ഫോണ് കട്ട് ചെയ്തു. ഇപ്പൊ ആരിഫിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ വല്ല മറുപടിയും പറയും. അർഷ് നല്ല പ്രതീക്ഷയിൽ വന്നാണ്. ഇയാൾ ചെയ്യുന്നത് ഇസ്ലാമികമായ തെറ്റാണ്. ഇയാൾ പരദൂഷണം പറയുകയാണ്. ഈ ആരിഫ് ഇവിടെ ഇത് ഇസ്ലാമികപരമായ തെറ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഐസിസിനെ പോലെ ഖുർആൻ പഠിക്കാതെ നല്ലവരായ ഖുർആൻ പഠിക്കൂ. അല്ലെങ്കിൽ ജർമ്മനിയുടെ അവസ്ഥ കേരളത്തിൽ സംഭവിക്കും. അയ്യോടാ, കേരളത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് സുഹൃത്തെ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയാരാ? എക്സ് മുസ്ലിങ്ങളായിരുന്നോ? അപ്പൊ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എക്സ് മുസ്ലിം സംഘടനയാണല്ലേ? അതങ്ങ് പറഞ്ഞ കർഷേ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എക്സ് മുസ്ലിം സംഘടനയാണ്. താലിബാൻ എക്സ് മുസ്ലിം സംഘടനയാണ്. ഇവരൊക്കെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ പേരിലുള്ളതാണ് എന്നുള്ളത് ഹദീസും ഖുറാനും പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും. 5:33 പ്രകാരമാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്. മുസ്ലിങ്ങളാണ് വെട്ടിയത്. വെട്ടിയത് കാക്കമാരാണ്. വെട്ടിയത് കാക്കാസ് ആണ്. 5:33 ഏത് പുസ്തകത്തിലെ ആയത്താണ് സുഹൃത്തെ? മതത്തെ വിമർശിക്കുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ കൈകാലുകൾ എതിർ ദിശയിൽ ഛേദിക്കുക എന്നുള്ളത് കേരളത്തിൽ നടപ്പാക്കിയ ടീമിന്റെ പേര്, ആ മതത്തിന്റെ പേര് ഏതാണ് ആ സംഘടന? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇന്ന് എവിടെ ഇരിക്കുന്നു? എന്താണ് ഒന്നുകൂടി പറഞ്ഞു? കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു? 100 കഷ്ണങ്ങളായി പെണ്ണ് വിഷയത്തിന്റെ പേരിൽ. കറക്റ്റ് അല്ലേ? 100 കഷ്ണങ്ങളായിന്നോ? അങ്ങനെ ഒരു ഗോത്രമില്ല, അങ്ങനെ ഒരു മതമില്ല. എക്സ് മുസ്ലിം എന്നുള്ള ഒരു ടാഗ് ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു മതമില്ല. ഞങ്ങൾക്ക് പ്രമാണമില്ല, പ്രവാചകനില്ല. ഞങ്ങളുടെ പ്രവാചകൻ അടിമകളെ വെച്ച് ഭോഗിച്ചിട്ടില്ല, പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല, നാട് നടന്ന് തോട്ടത്തിൽ കയറി പെണ്ണുങ്ങളോട് ഞാനും തൊട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവാചകനോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആളോ ഇല്ല. ഞങ്ങൾ നിങ്ങളുടെ മതത്തെ പോലെ, ഇസ്ലാം മതം പോലെ ഒരു ഗോത്രമല്ല സുഹൃത്തെ. ഈ 70,000 ക്ലറിക്കിന്റെ അതോറിറ്റി എക്സ് മുസ്ലിങ്ങൾക്കില്ല. ഈ പറഞ്ഞ പിന്നെ ഈശ്വര വിശ്വാസമില്ലായ്മ എന്നുള്ളത് ഒരാളുടെ ഒരാശയത്തിലുള്ള നിലപാടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ ഇസ്ലാമിനെ പോലെയാണ് മറ്റു ഗോത്രങ്ങളൊക്കെ എന്നുള്ള ഈ ചിന്ത ആദ്യം മാറ്റിവെക്കുക. ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ 3 വർഷമായിട്ട് എന്തൊക്കെ സ്ത്രീ വിഷയത്തിൽ പ്രശ്നങ്ങളായ കാര്യങ്ങളൊന്നും ഞാനിതിൽ പറഞ്ഞിട്ടില്ല.
അത് നമ്മൾ ഏറ്റെടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തതാണ്. കേരളത്തിലെ ആൾക്കാർക്ക് ഇത് അറിയില്ല, നിങ്ങൾ എന്താണെന്നുള്ള കാര്യം കേരളത്തിലെ ആൾക്കാർക്ക് അറിയില്ല. നിങ്ങൾ ഇവിടെ അല്ല അർഷ് അല്ല ഉണ്ട് അർഷ് ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ മതങ്ങളും ഇസ്ലാമിനെ പോലെയാണ് എന്ന് അർഷ ആദ്യം കരുതുന്നു. ഒപ്പം ഈ നിരീശ്വരവാദവും ഇസ്ലാമിന്റെ പോലെ തന്നെയാണെന്ന് കരുതുന്നു. അപ്പൊ ഈ മുസ്ലിം ഗോത്രീയത ആണ് മറ്റെല്ലാവർക്കും ഉണ്ടാവുക എന്ന് കരുതുന്നു. അപ്പൊ മറ്റൊരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കണം. മുഹമ്മദ് നബി ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും ഏറ്റെടുക്കേണ്ട അവസ്ഥ നമുക്കില്ല. അതേപോലെ ഒരു വ്യക്തി ചെയ്ത തെറ്റുകൾ നമ്മൾ ഏറ്റെടുക്കാറില്ല. ഹദീസല്ലേ കാണിച്ചത്. എന്നിട്ട് പിന്നെ ഇവിടെ ഈ ഹദീസിനെ കുറിച്ചൊന്നും മിണ്ടാതെ വേറെ കുറെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് നല്ല മുസ്ലിങ്ങൾ നിന്ന് ഖുർആൻ പഠിക്കൂ, ഐസിൽ പഠിക്കാതിരിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. പറ്റുമോ? അത് ഇസ്ലാമിന്റെ പ്രമാണമല്ല, അത് സ്വന്തം വായനയാണ്. ഇവിടെ ഇസ്ലാം പറയുന്നത് പുസ്തകത്തിൽ നിന്ന് പഠിക്കാനാണ്. നിങ്ങൾ ഈ ഖുർആൻ വായിക്കൂ, നിങ്ങൾ ഈ ഹദീസ് വായിക്കൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. അതിനെ വെളുപ്പിക്കുന്നു. 70,000 ക്ലറിക്സ് അല്ല ഇസ്ലാമിലെ അതോറിറ്റി, പുസ്തകം ആണ്, ബുക്ക് മതമാണിത്. ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് വീണ്ടും വീണ്ടും വളച്ചൊടിച്ച് തിരിച്ചിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആര് പറഞ്ഞു? ഞങ്ങളല്ലോ, നിങ്ങളാണ് തലയിൽ വെച്ച് എടുക്കുന്നത്. ഇപ്പൊ ലാദിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാരാ? ലാദിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയത് കേരളത്തിൽ ആരാണ് സുഹൃത്തെ? എക്സ് മുസ്ലിം സംഘടനകളാണോ? എക്സ് മുസ്ലിം മഹല്ലുകളാണോ? ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആളെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച ടീമുകൾ ആരാണ്? അവരെ ഹിന്ദുക്കളാണോ, ക്രൈസ്തവരാണോ, അതോ ഇനി സുറിയാനി ക്രിസ്ത്യാനികളാണോ, അതോ അഷ്കിനാസി ജൂതന്മാരാണോ? കേരളം എല്ലാ മഹല്ലുകളും എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കേരള ഇസ്ലാമിക രാജ്യമാക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ പേര് മുജാഹിദ് ബാലുശ്ശേരി എന്നാണ്. മുജാഹിദ് ബാലുശ്ശേരി എക്സ് മുസ്ലിം ആണോ? ഇതിനൊന്നും ഉത്തരവില്ല. വളവളവളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ ചോദിച്ച ഒരു ചോദ്യത്തിനും ഇങ്ങോട്ട് തിരിച്ചൊരു ഉത്തരം ആ പോയിന്റിൽ ആള് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ആളുകളൊന്നും എക്സ് മുസ്ലിങ്ങളല്ല, അവരൊക്കെ കൃത്യമായിട്ട് കേരളത്തിൽ തന്നെയുള്ള മുസ്ലിങ്ങളാണ്. മുജാഹിദ് ബാലുശ്ശേരി എക്സ് മുസ്ലിം ആണോ? അമ്പലത്തിന് പൈസ കൊടുക്കുന്നത്, വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്നത് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി എന്നുള്ള മഹാൻ എക്സ് മുസ്ലിം ആണോ? മുജാഹിദാണ് അദ്ദേഹം. മുജാഹിദ് എന്നുള്ള പേര് തന്നെ മുജാഹിദ് എന്ന് ചേർത്ത ആളാണ്. അയാള് മുസ്ലിം ആണോ അതോ എക്സ് മുസ്ലിം ആണോ? അമ്പലത്തിന് പൈസ കൊടുക്കുന്നത്, വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞത് ആരാ? അമ്പലത്തിന് പൈസ കൊടുക്കണം എന്നാണ് ഇവിടെ വാദം. അങ്ങോട്ട് വർഗീയത പുറത്തേക്ക് വന്നല്ലോ. വർഗീയത പുറത്തേക്ക് വന്നു. ഇപ്പൊ ഏതാണ് തീരുമാനം? അമ്പലത്തിന് പൈസ കൊടുക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചത് അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് മതത്തിന് പൈസ കൊടുക്കുന്നതിന് കാര്യമില്ല, കാരണം മതം എന്നുള്ള ആശയം തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. എടോ, ഇപ്പൊ താങ്കൾ ചോദിച്ച വർഗീയത ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതിന് ഞാൻ ഉത്തരം പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയാണ് ഇവിടെ അമ്പലത്തിന് പൈസ കൊടുക്കുന്നത്, വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ് വർഗീയ പരാമർശം നടത്തിയത്. അതും ഞങ്ങൾ നടത്തുന്ന മതവിമർശനം തമ്മിൽ എന്താ ബന്ധം? എന്ത്? അത് എന്റെ വ്യക്തിപരമായ താല്പര്യം. മതം വേണ്ടെന്നാണ് എനിക്ക്. അതെല്ലാവരും അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട. ഇസ്ലാമല്ല നിരീശ്വരവാദം. മറ്റ് മതത്തിലെ ആളുകളെ അടിമയായി പിടിച്ചിട്ട് ദിമ്മികളാക്കി രണ്ടാം വീട പൗരന്മാരാക്കി അവരിൽ നിന്ന് പ്രത്യേക ടാക്സ് മേടിക്കുന്ന സംവിധാനമല്ല ഈ നിരീശ്വരവാദം. സുഹൃത്തെ, അത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഈ മഞ്ഞ കണ്ണടകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും നിങ്ങളുടെ മതം പോലെയാണ് തോന്നുന്നതാണ്. അങ്ങനെയല്ല. ഒരു അമ്പലം വേണ്ട, ഒരു പള്ളിയും വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമ്പലം എന്ന് പറയുന്നത് എന്താണ് യോഗ്യത? അത് നിങ്ങൾ പറ. എടോ, ഞങ്ങൾക്ക് ഭാഷയിൽ ഒരു വാക്കെടുത്ത് പ്രയോഗിക്കാൻ എന്താ യോഗ്യത എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അതേപോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മതവിശ്വാസികളുടെ അമ്പലങ്ങൾ ഉണ്ടാവണം, പള്ളികൾ ഉണ്ടാവണം. അത് ഞങ്ങളുടെ ആശയമാണ്. ഞങ്ങൾ പറയുന്നു അമ്പലത്തിലും ഈ പള്ളിയിലൊന്നും വലിയ കാര്യമില്ലെന്ന്. അത് പറയാൻ എന്തിനാണ് യോഗ്യതയുടെ ആവശ്യം? അങ്ങനെ വല്ല കോഴ്സും പാസ്സാവാനുണ്ടോ? അമ്പലം എന്ന് പറയാൻ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? അതായത് അമ്പലവും പള്ളിയും ഒന്നും അർഷിന്റെ ഉരുളൽ ഉത്തരവില്ല. അമ്പലവും പള്ളിയും എന്ന് പറഞ്ഞ് നിങ്ങളാണ് അമ്പലത്തിനെ അഭിനയിക്കുന്നത് അല്ലേ, ആക്ട് ചെയ്യുന്നത്. അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് പിരിവ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ മുസൽമാനാണ് മുജാഹിദ് ബാലുശ്ശേരി. അതെന്താ ഏറ്റെടുക്കാൻ എത്ര മടി? സഹ മുസൽമാനെ അങ്ങ് ഏറ്റെടുക്ക്. എന്താണ് അർഷേ സ്വന്തം സുഹൃത്തായ മുജാഹിദ് ബാലുശ്ശേരി ഏറ്റെടുക്കാൻ? സഹ ഭൂമിയിൽപ്പെട്ട നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏറ്റെടുക്കാൻ എന്താ അത്ര മതി? നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല ഈ പ്രസ്താവന. എന്റെ പൊന്നെ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട എമുക്കളാണ് പറഞ്ഞത്. അമ്പലം ഒരു അമ്പലം വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാ നിങ്ങൾ.
അത് ഞങ്ങൾക്ക് വേണ്ടോ. ഞങ്ങൾ ഉമ്മത്തൊന്നുമില്ല. ഞാൻ പറയുന്നു എനിക്ക് ഈ അമ്പലത്തിലും ഇതിലൊന്നും വിശ്വാസമില്ല, അല്ലാതെ ബാക്കിയുള്ളവരാരും പോരുന്നല്ല. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. മറ്റു മതങ്ങളെ സഹിക്കാൻ പറ്റാത്ത നിലപാട് ഇസ്ലാമിന്റേതാണ്. നമ്മൾ മറ്റുള്ള ആളുകളെ തടയില്ല. നമ്മൾ പറയും പറയാനുള്ളത്, വിമർശിക്കാനുള്ളത് വിമർശിക്കും, അത്രേ ഉള്ളൂ. അമ്പലം വേണ്ട, അത് പറയാനുള്ള അവകാശം നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ജനാധിപത്യമാണ്, ഇസ്ലാമിക രാജ്യമല്ല. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തിരുന്നുകൊണ്ട് അമ്പലം വേണമെന്ന് പറയാൻ പറ്റുമോ? 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 അമ്പലം വേണം എന്ന് ഇസ്ലാമിക രാജ്യത്തിരുന്നോട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇസ്ലാമിക രാജ്യത്തിൽ മറ്റു മതങ്ങളെ സഹിക്കാനുള്ള കഴിവില്ല. സിമ്പിൾ. പക്ഷെ നമുക്ക് പറയാൻ പറ്റും അമ്പലം വേണമെന്നോ വേണ്ടെന്നോ. അത് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളെ എതിർക്കാൻ മതവിശ്വാസികൾക്കും അവകാശമുണ്ട്. കാരണം ഇത് ജനാധിപത്യമാണ്. എനിക്ക് അവകാശമുണ്ട്. ഞാൻ പറയാം എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലങ്ങൾ ഇനിയും വേണം, ക്രിസ്ത്യൻസിന് ചർച്ചും വേണം, മുസ്ലിം പള്ളിയും വേണം. അതുപോലെ നിങ്ങൾ പറയാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? അവർക്ക് അവരുടെ താല്പര്യം ഏതാണെങ്കിൽ അവർക്ക് വേണം, അത്രേ ഉള്ളൂ. നമുക്കെന്താ മടി? നിങ്ങൾക്കാണത് പറയാൻ മടി. ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ അമ്പലങ്ങൾക്ക് എന്താണ് സ്ഥാനം? അതൊന്ന് പറഞ്ഞേ. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമ്പലത്തിന് അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു ഹിന്ദുവിന് അവന്റെ ആചാരപ്രകാരം മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ? ഒരു ഇസ്ലാമിക രാജ്യത്തിൽ അമ്പലം നിർമ്മിക്കാൻ പറ്റുമല്ലോ? ഒരു ഇസ്ലാമിക രാജ്യത്തിൽ ഇസ്ലാമിക പ്രമാണികമായിട്ട് ഒരാൾക്ക് ബഹുദൈവ വിശ്വാസം കൊണ്ടു നടക്കാൻ പറ്റുമോ ഇല്ലയോ? അമ്പലം എന്ന് തന്നെ വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ബാലുശ്ശേരി കാര്യം നാണാവുന്നത്. എടോ, അയാളാണ് വർഗീയ പരാമർശം നടത്തിയത്, ഞാനല്ല. വർഗീയ പരാമർശം നിങ്ങൾ നടത്തുന്നത്. ഒരു അമ്പലവും പള്ളിയും ചർച്ചും വേണ്ട എന്ന് അമ്പലത്തിന് പൈസ കൊടുക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ അമ്പലത്തിന് പൈസ കൊടുക്കുന്നത് വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്നതാണെന്ന് പറയുന്ന ബാലുശ്ശേരിയെ പോലെ വൾഗറായ ഒരാളാണോ ഞാൻ? ഞാൻ മുഹമ്മദിന്റെ പുസ്തകം വായിച്ചതാണോ എന്റെ പ്രശ്നം? അതാണ് വർഗീയ പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരു മതത്തിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു മതത്തിന്റെ അവരുടെ ചിഹ്നങ്ങളെ വളരെ പരസ്യമായിട്ട് അപമാനിച്ചുകൊണ്ട് അതിനെ വേശ്യാലയവുമായിട്ട് ഉപമിക്കുന്ന വൃത്തികേടിനെയാണ് ഞാനിവിടെ തുറന്നു കാട്ടിയത്. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ നടത്തിയ പരാമർശമല്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുക. പിന്നെ അമ്പലവും പള്ളിയും അതേപോലെ തന്നെ ചർച്ചും വേണ്ടാന്ന് വാദിക്കുന്ന നിങ്ങൾ ഇതുകൊണ്ടാണ് മനസ്സിലാവില്ല. അത് എനിക്ക് അവകാശമുണ്ട്. അതുപോലെ മതവിശ്വാസികൾക്ക് അവർക്ക് അമ്പലം ഡിഫെൻഡ് ചെയ്യാനും അവകാശമുണ്ട്. അതേപോലെ ഈ ബഹുസ്വര സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് മറ്റു മതങ്ങളൊക്കെ അവഹേളിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരി വേശ്യാലയത്തോട് ഉപമിച്ചത് ഓക്കെ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അർഷിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മുജാഹിദ് ബാലുശ്ശേരി അമ്പലത്തെ വേശ്യാലയത്തോട് ഉപമിച്ചത് അടിപൊളിയാണ്. നമ്മൾ മതത്തെ വിമർശിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അടിപൊളി. അല്ല, നിങ്ങൾ പറഞ്ഞ അടിപൊളി. ഞാൻ പറഞ്ഞത് ഒരു അമ്പലവും ഒരു പള്ളിയും ഒരു ചർച്ചും വേണ്ട, മതങ്ങളെ വേണ്ട എന്ന് വാദിക്കുന്നത് നിങ്ങളാണ് ഇത് പറയുന്നത്. അത് എന്റെ അവകാശമാണോ? നിങ്ങൾക്ക് തലക്ക് സുഖമില്ലേ? ജനാധിപത്യത്തിൽ ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. അല്ല, നമ്മുടെ ജനത്തിൽ നമ്മൾ പറഞ്ഞുതരാം. ഇസ്ലാമിക ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ജനാധിപത്യവാദിയായിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ചിന്തിച്ചു നോക്കൂ. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശപ്രകാരം എനിക്ക് അമ്പലത്തെ എതിർക്കാനും സപ്പോർട്ട് ചെയ്യാനും അവകാശമുണ്ട്. ഞാൻ ആരെ എതിർക്കൂല. അവരുടെ വിശ്വാസം അവരനുസരിച്ചുകൊണ്ട് അത് നിങ്ങളുടെ താല്പര്യം. ഞാൻ നിങ്ങളെ നിർബന്ധിച്ചൊന്ന് ചെയ്യാൻ നമുക്ക് ഈ നിർബന്ധമില്ല. മതത്തിൽ നിർബന്ധമില്ല എന്നുള്ളത് നേരെ ഏറ്റെടുക്കുന്ന ആളുകളാണ് നമ്മള്. ഒരു കാര്യം വേണ്ട, മതങ്ങളെ വേണ്ട എന്ന് ഈ അവഹേളിക്കുന്ന അത് എന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഞാൻ മതം സ്വീകരിക്കണം വേണ്ടത് എന്റെ താല്പര്യമല്ലേ? അത് ഇസ്ലാമിലാണ് ഈ അടിച്ചേൽപ്പിക്കലൊക്കെ. കുട്ടികളെയും മറ്റാൾക്കാരെയും ഒക്കെ അടിച്ചേൽപ്പിച്ച് ഒരു മതത്തിൽ തന്നെ തുടർത്തണം, അവരെ മതം വിടുന്ന ആൾക്കാരെ കൊല്ലണം എന്നുള്ള ഈ ശാഠ്യം ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിത് വിടുകയാണ്. നമ്മൾ ഒരുപാട് നേരം പോയി, സോറി. നിങ്ങളെ ബാലുശ്ശേരിയെക്കാളും അവരെക്കാളും വലിയ പരിചയമാണ്. അർഷിന്റെ പഴയ മൊഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പോയിന്റിലും ഇടപെട്ടത്. ക്ഷമിക്കുക, നമുക്ക് ഉത്തരവില്ല. ഞങ്ങൾ തോറ്റു. അപ്പൊ എക്സ് മുസ്ലിം സംഘടനയുടെ പേരിലും അമേരിക്കയുടെ പേരിലും ജൂതന്റെ പേരിലും ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. ഞങ്ങൾ തോറ്റേ. ഓക്കെ, അടുത്ത ആളെ എടുത്തോളൂ. ഞങ്ങൾ സോറി, വെയിറ്റ് ചെയ്ത എല്ലാവർക്കും സോറി. അർഷ് എല്ലാ ചാനലും പോയി ഇതേ മെഴുകലും മെഴുകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെട്ടത്. കാരണം അല്ലെങ്കിൽ ഈ വിഷയം ഇവിടെ നീണ്ടു പോകും. ഇതിപ്പോ തന്നെ എത്ര ഓരോ പോയിന്റിനും നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ എത്ര സമയം എടുത്തു നിങ്ങൾ കണ്ടില്ലേ? ഓരോ പോയിന്റിനും ഹദീസ് കാണിച്ചപ്പോൾ അർഷിന് മിണ്ടാട്ടല്ല. അർഷ് ഓരോന്നും മാറ്റി ഓരോ വിഷയം മാറ്റി ഇപ്പൊ അവസാനം മുജാഹിദ് ബാലുശ്ശേരിയിലെത്തി. അതെ. ഓക്കെ, വിഷ്ണു അടുത്ത ആളിലേക്ക് പോകാം. സോറി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും
ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La